നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 29. അങ്ങനെ ഇന്നലത്തോടുകൂടി നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി കഴിഞ്ഞതിനാൽ തന്നെ ഇന്ന് മുതൽ നമ്മൾ നിഫ്റ്റിയുടെ പുതിയ വീക്ക്ലി മന്ത്ലി കോൺട്രാക്ട്സിലേക്ക് എൻ്റർ ആവുകയും ചെയ്യും. ആയതിനാൽ ഇന്നത്തോടുകൂടി ഈ വരാനിരിക്കുന്ന ആഴ്ചയിലെ നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറിയിലേക്കുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകളും ഏകദേശം ഇന്നുകൊണ്ട് തന്നെ ക്രിയേറ്റും ചെയ്യപ്പെടും. കൂടാതെ ഇന്നലെ ആരംഭിച്ച് ഇന്നത്തോടുകൂടി അവസാനിക്കുന്ന യുഎസിന്റെ ഫെഡ് പോളിസിയുടെ അവസാനം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 11:30 ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നതുകൊണ്ടും നാളെ സെൻസെക്സിന്റെ മന്ത്ലി എക്സ്പയറി ആയതിനാലും ഇന്ത്യൻ മാർക്കറ്റിലും ഒരുപക്ഷെ ഇന്ന് വോൾട്ടാലിറ്റി ശക്തമാകുവാനും സാധ്യതകളുണ്ട്. ഇറാനുമായിട്ട് നല്ല ചർച്ചകൾ നടക്കുന്നു എന്നുള്ള പ്രസ്താവനയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തത്. എന്നാൽ ഇന്ന് വെളുപ്പിനോടുകൂടി യുഎസിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ വരികയുണ്ടായി. അതായത് 13 രാത്രി നീണ്ടുനിന്ന തുടർച്ചയായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് ട്രംപ് താൽക്കാലികമായിട്ടുള്ള പോസ് പ്രഖ്യാപിച്ചതിന് ശേഷം തുടർന്ന് ആദ്യത്തെ സമാധാന ദിവസവും ഇറാന്റെ ഭാഗത്ത് നിന്നും യുഎസിന്റെ മിഡിൽ ഈസ്റ്റിലുള്ള ബേസുകൾക്ക് മുകളിൽ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായ ആക്രമണം നടത്തിയെങ്കിലും യുഎസിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഇത് വിജയകരമായി തന്നെ പരാജയപ്പെടുത്തുവാനായെന്നുമുള്ള റിപ്പോർട്ട്സ് യുഎസ് പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ന് ആശങ്ക വീണ്ടും എണ്ണയുടെ വ്യാപാരവുമായി ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെയും ചെങ്കടലിൽ വെച്ച് സൗദിയുടെ എണ്ണ ടാങ്കറിനെ തങ്ങൾ പലതവണ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിൻവാങ്ങാത്തതിനെ തുടർന്ന് ഹൂതികളുടെ ഭാഗത്ത് നിന്നും സൗദിയുടെ എണ്ണ ടാങ്കറിന് മുകളിൽ ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഇതിനെ തുടർന്ന് വീണ്ടും എണ്ണയുടെ വില ഉയർച്ച നിലവിൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഏഷ്യൻ പെയിന്റ്സ്, ഐഷ മോട്ടോഴ്സ്, അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, കോൾഗേറ്റ് പാമോലിവ്, ACME സോളാർ ഹോൾഡിംഗ്സ്, എയ്ക്യൂസ്, ബജാജ് ഹൗസിംഗ് ഫൈനാൻസ്, കാർ ട്രേഡ് ടെക്, ദാബ ഇന്ത്യ, ഹെക്സാവെയർ ടെക്നോളജീസ്, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, KPI ടെക്നോളജീസ്, കർണാടക ബാങ്ക്, MTAR ടെക്നോളജീസ്, പിരമൽ ഫാർമ, പ്രസ്റ്റേജ് എസ്റ്റേറ്റ് പ്രൊജക്ട്സ്, സിഞ്ചിൻ ഇന്റർനാഷണൽ, വേദാന്ത പവർ, വേദാന്ത അയൺ ആൻഡ് സ്റ്റീൽ, വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ്, വാരി എനർജീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്ന് നിഫ്റ്റിക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,100, 24,200, 24,300 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് 24,300 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 24,400 എന്ന ലെവലിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 200-day EMA നിലനിൽക്കുന്നതും. ആയതിനാൽ തന്നെ ഇന്നോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ 24,400 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം ശക്തമായിട്ട് സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം 24,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ ആണെങ്കിൽ കൂടിയിട്ടും 23,900 തുടർന്ന് ക്രൂഷ്യൽ സപ്പോർട്ട് ലെവലായ 23,800 എന്നീ ലെവലുകൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുകളാണ്. എന്നാൽ അതേസമയം കഴിഞ്ഞ ആഴ്ചയിലെയും കൂടാതെ ഈ അടുത്ത കാലത്തെ നിഫ്റ്റിയുടെ ലോ ലെവലായ 23,600 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും ജൂൺ മാസത്തിലെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. മാനുഫാക്ചറിംഗിന്റെയും ഇലക്ട്രിസിറ്റിയുടെയും ഔട്ട്പുട്ടിലുണ്ടായ ശക്തമായ വർധനവിനെ തുടർന്ന് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ജൂൺ മാസത്തില് മെയ് മാസത്തെ 5.1% നിന്നും ജൂൺ മാസമായപ്പോൾ 7.3% ഉയർച്ചയാണ് ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തുകയും ചെയ്തത്. കൂടാതെ അതേസമയം തന്നെ റിലീസ് ചെയ്യപ്പെട്ട ജൂൺ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡാറ്റയിലും മെയ് മാസത്തെ 5.1% നിന്നും ജൂൺ മാസമായപ്പോൾ 7.8% വർധനവും രേഖപ്പെടുത്തി. ഇതിനെ തുടർന്ന് ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡാറ്റ 23 മാസത്തെ അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട ഇവന്റുകളൊന്നും തന്നെ ഇല്ലെങ്കിലും ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മാസത്തെ ഇവന്റ് നടക്കാനിരിക്കുന്ന ഒരു ദിവസമാണ്. അതായത്
ഇന്നലെ ആരംഭിച്ച് ഇന്നത്തോടുകൂടി അവസാനിച്ച് അതിന്റെ ഔട്ട്കമ്മായിട്ട് വരാനിരിക്കുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 11:30 വരാനിരിക്കുന്നു. തുടർന്ന് നാളെ വെളുപ്പിന് 12 മണിയോടുകൂടി ഫെഡ് ചെയർമാൻ കെവിൻ വാഷറിന്റെ സ്പീച്ചുമുണ്ട്. ഫെഡ് മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് ഗ്ലോബൽ മാർക്കറ്റ് അനുഭവപ്പെട്ട പ്രഷറിനെ തുടർന്നും ഇന്നലെ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ആയതിനാൽ തന്നെ IT മേഖലയ്ക്ക് ശക്തി ആർജിക്കുവാൻ സാധിച്ചെങ്കിലും ആദ്യഘട്ടത്തിലെ നേട്ടത്തിന് ശേഷം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് ഫ്ലാറ്റ് ആയിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നെങ്കിലും തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനുകളിലെ സെല്ലിംഗിന് ശേഷം വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെ 755.33 കോടി രൂപയ്ക്ക് ബൈയിങ് ആണ് നടത്തുകയും ചെയ്തത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1664.16 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ADR സ്റ്റോക്സിലേക്ക് വരുമ്പോൾ ഡോക്ടർ റെഡ്ഡീസിന് മാത്രമേ ഇന്നലെ 0.5% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നുള്ളൂ. അതേസമയം ആക്സിസ് ബാങ്കിന് 0.5%, HDFC ബാങ്കിന് 1.5%, ICICI ബാങ്കിന് 1.25%, ഇൻഫോസിസിന് 5.5%, വിപ്രോയ്ക്ക് 0.5% നേട്ടവും കൈവരിക്കുവാനായി. ഇന്നലെയും തുടർച്ചയായി ഇത് 3ാമത്തെ ട്രേഡിംഗ് സെഷനിലും US മാർക്കറ്റിൽ ഇന്ത്യൻ IT സ്റ്റോക്കുകൾക്ക് ശക്തമായ പ്രകടനമാണ് കാഴ്ചവെക്കാനാകുന്നതും. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെയും US മാർക്കറ്റിൽ കാര്യമായ നേട്ടമൊന്നും കൈവരിക്കുവാനായില്ല. എസ്പെഷ്യലി ഫെഡ് മോണിറ്ററി പോളിസി നടക്കുന്നതിനാൽ ഇന്ന് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് മാർക്കറ്റും നിക്ഷേപകരും പുലർത്തുന്ന ജാഗ്രതയും, കൂടാതെ ഏതാനും ദിവസങ്ങളായി നമ്മൾ കാണുന്നത് പോലെ തന്നെ ആൽഫബറ്റിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് വന്നതിന് ശേഷം AI സ്പെൻഡിംഗിൽ ഉയർത്തുന്ന ആശങ്കയും, കൂടാതെ ചൈനയുടെ ഭാഗത്ത് നിന്നും AI ചിപ്പ് മേഖലയ്ക്ക് നേരിടേണ്ടി വരുന്ന ശക്തമായ മത്സരത്തെയും തുടർന്ന് യുഎസിലെ AI ചിപ്പ് മേഖലയ്ക്ക് നേരിടേണ്ടി വരുന്ന കനത്ത പ്രഷറും US മാർക്കറ്റിനെ ഇന്നലെ തളർത്തിയെങ്കിലും കൊക്കോകോളയുടെ ക്വാർട്ടർലി ഏർണിംഗ്സിൽ റവന്യൂവിലും പ്രോഫിറ്റ് ഫോർകാസ്റ്റിലും നടത്തിയ വർധനവിനെ തുടർന്ന് സ്റ്റോക്കിന് ഇന്നലെ 6.3% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും ആയിരുന്നു. തൽഫലമായി S&P 500-ന് 0.5% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ യുഎസിലെ നാസ്ഡാക്കിന് നഷ്ടം തുടരേണ്ടതായിട്ടും വന്നു, ഏകദേശം 0.22%. എങ്കിലും യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 0.15%, അഥവാ 75 പോയിന്റുകളുടെ നേരിയ നേട്ടത്തിലാണ് നിലവിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ 3 മാർക്കറ്റുകൾക്കും ഇന്നലെ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. UK മാർക്കറ്റിന് 0.25%, ഫ്രാൻസ് മാർക്കറ്റിന് 0.5%, ജർമ്മൻ മാർക്കറ്റിന് 0.5% താഴെയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.25%, കൊറിയൻ മാർക്കറ്റ് 1.25% നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 4% ഉയർച്ചയാണ് ഇന്ന് അനുഭവപ്പെടുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വില $87.46 എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $82.34 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ട് $423.96 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 0.93 എന്ന നിലയിലും മാക്സ് പെയിൻ 24,000 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇന്നത്തോടുകൂടി വരാൻ പോകുന്ന ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ വീക്ക്ലി കോൺട്രാക്ട്സിലേക്കുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ഏകദേശമൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയുമുള്ളൂ. ആയതിനാൽ തന്നെ ഒരുപക്ഷെ ഇന്ന് ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ മാറി മറിയാനുള്ള സാധ്യതകളുമുണ്ട്. ഇന്നലെ ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMA തുടർച്ചയായി ഇന്നലെ 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. കാരണം 23,980 എന്ന ലെവലിലാണ് മിഡ് ഡേ മൂവിംഗ് ആവറേജ് നിലകൊണ്ടിരുന്നതും. എന്നാൽ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 EMA ഇൻട്രാഡേ ബേസിസിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും അവ നിലനിർത്താനായില്ല. ഇന്നലത്തെ ഫ്ലാറ്റ് ക്ലോസിംഗിന്റെ ഫലമായിട്ട് നിഫ്റ്റിയുടെ RSIയും ഫ്ലാറ്റ് ആയിട്ട് 49.26 എന്ന നിലയിൽ റെഫറൻസ് ലൈനിന് താഴെയായിട്ടാണ് നിലകൊള്ളുന്നതും. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ
റെക്കമെൻഡേഷൻ അല്ല. റെയിൽ വികാസ് നിഗം ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ നിന്ന് 358.97 കോടി രൂപയുടെ EPC കരാർ കമ്പനിക്ക് ലഭിച്ചു. LIC ജൂലൈ 28 അഥവാ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വരും തരത്തിൽ കമ്പനിയുടെ കോർപ്പറേഷന്റെ ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ശ്രീ ശത്രുമന്യു ശ്രീവാസ്തവയെ കോർപ്പറേഷന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് നിയമിക്കാനുള്ള അനുമതി ബോർഡ് നൽകി. NTPCയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി സി ഗുർദീപ് സിംഗിന്റെ സേവനം കരാർ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രപതി ഉത്തരവിട്ടു. യൂറോ പാനൽ പ്രൊഡക്ട്സ് സൂററ്റിലെ 2.2 മെഗാവാട്ട് ശേഷിയുള്ള ഗ്രിഡുമായി ബന്ധിപ്പിച്ച പുതിയ സോളാർ പ്ലാന്റിൽ കമ്പനി ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. L&T പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റില് 14%, റവന്യൂവില് 7%, വർധനവ് രേഖപ്പെടുത്തി. ടാറ്റ ക്യാപിറ്റൽ പ്രോഫിറ്റില് 56%, ഇൻകത്തില് 23%, വർധനവ് റിപ്പോർട്ട് ചെയ്തു. ഫോണിക്സ് മിൽസ് പ്രോഫിറ്റില് 23.3%, റവന്യൂവില് 12.8%, വർധനവ് രേഖപ്പെടുത്തി. പ്രദീപ് ഫോസ്ഫേറ്റ്സ് പ്രോഫിറ്റില് 23.9%, റവന്യൂവില് 36%, വർധനവ് രേഖപ്പെടുത്തി. ബിർള സോഫ്റ്റ് പ്രോഫിറ്റില് 51.3%, റവന്യൂവില് 7.4%, ഉയർച്ച രേഖപ്പെടുത്തി. DCM ശ്രീരാം പ്രോഫിറ്റില് 6 മടങ്ങിന്റെ വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 113.4 കോടി രൂപയിൽ നിന്നും 692.8 കോടി രൂപയായിട്ട് വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 9% വർധനവും രേഖപ്പെടുത്തി. VST ഇൻഡസ്ട്രീസ് പ്രോഫിറ്റില് 24.4%, റവന്യൂവില് 13.9% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. RPG ലൈഫ് സയൻസ് പ്രോഫിറ്റില് 17%, റവന്യൂവില് 15.8% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.